ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്നലെ ഈ കോഴിക്കോട് പേരാമ്പ്ര കൂത്താളി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥി, 16 വയസ്സുള്ള വിദ്യാർത്ഥി, കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കിടയിലേക്ക് കാർ ഓടിച്ച് കയറ്റുന്ന ഒരു കാര്യം നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ചില ആൾക്കാരത് കണ്ടു കാണില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതൊന്നുകൂടെ കാണിക്കുക. അതിനുവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ഇടനാഴിയിൽ. പ്ലേ. പ്രായപൂർത്തിയാകാത്ത ഈ പയ്യൻ്റെ കയ്യിൽ കാറ് കൊടുത്തയച്ചത് ആര് എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. ഒരു കാരണവശാലും ഈ പയ്യൻ്റെ ഇത് കൊടുത്തയക്കാൻ പാടില്ല. കാര്യം അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വന്നതിന്. ഇതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ ആളുകൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. സാധാരണഗതിയിൽ ലൈസൻസ് ഉള്ള ഒരാൾ, പ്രായപൂർത്തിയായ ലൈസൻസോടെ വണ്ടി ഓടിച്ച് ആരെങ്കിലും തട്ടി അയാൾ മരിച്ചുപോയി എന്ന് വന്നാൽ ശരിക്കും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കോ കേസെടുക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈം മനഃപൂർവ്വം അല്ലാത്ത നരഹത്യയാണ്. എന്നാൽ ലൈസൻസ് ഇല്ലാത്ത ഒരുവൻ, പ്രായപൂർത്തിയാകാത്ത ഒരുവൻ വണ്ടി ഓടിച്ച് എന്തെങ്കിലും സംഭവിച്ച കൊലപാതക കുറ്റമാണ്. രക്ഷകർത്താക്കൾ ആലോചിക്കണം. അതുകൊണ്ട് ഈ പയ്യൻ്റെ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 16 വയസ്സ് തികഞ്ഞ ഈ പയ്യൻ്റെ 9 കൊല്ലത്തേക്ക് അവൻ ലൈസൻസ് കിട്ടാതാക്കിയിട്ടുണ്ട്. 25 പിഴയിട്ടിട്ടുണ്ട്. വണ്ടിയുടെ RC ബുക്കും പിടിച്ചെടുത്തിട്ടുണ്ട്. വാഹനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കസ്റ്റഡി എടുത്തു. പക്ഷേ നമ്മളറിയേണ്ട കാര്യം, ഈ വീട്ടിലിരിക്കുന്ന കുട്ടികൾ, പ്രായം തികയാത്ത കുട്ടികൾ വാഹനം, കാറൊക്കെ എടുത്ത് പുറത്തു പോകാൻ രക്ഷകർത്താക്കൾ ഒരു കാരണവശാലും അനുവദിക്കരുത്. അനുവദിച്ചാൽ ഇതേപോലുള്ള അത്യാഹിതങ്ങൾ നമ്മളെ തേടി വരും. പ്രൈം ടൈം ആരംഭിക്കുന്നു. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ പ്രൈം ടൈം തുടരുകയാണ്. രാഹുൽ ഗാന്ധി വോട്ടുചോരി ആരോപണം ഉന്നയിച്ച ഹരിയാനയിലെ റായ് ഗ്രാമത്തിൽ 24 വാർത്താ സംഘം ഇന്നെത്തി. ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രമുള്ള 3 വോട്ടേഴ്സിനെ 24 കണ്ടെത്തി. രാഹുൽ ഗാന്ധി പരാമർശിച്ച പിങ്കിയും വിമലയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന് സ്ഥിരീകരിച്ചു 24ന്റെ ഇൻവെസ്റ്റിഗേഷൻ. ഒരേ ഫോട്ടോയിൽ പല പേരിൽ വോട്ടർമാർ. വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ വോട്ടർ പട്ടിക കണ്ടവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഹരിയാനയിലെ BJP അപ്രതീക്ഷിത വിജയം നേടിയത് ഈ വിധം തിരിമറികൾ നടത്തിയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അന്വേഷിക്കാനാണ് ഞങ്ങൾ സോണിപത് ജില്ലയിലെ റായ് മണ്ഡലത്തിലെത്തിയത്. ആദ്യം പോയത് അക്ബർപൂർ ബറോട്ട എന്ന ഗ്രാമത്തിലെ പൂനത്തിന്റെ വീട്ടിൽ. കുടുംബ പ്രശ്നം കാരണം വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയതാണ് പൂനം. എന്നാൽ ഭർത്താവ് സോനുവും മക്കളിലൊരാളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ താൻ വർഷങ്ങളായി റായ് മണ്ഡലത്തിൽ വോട്ടറാണെന്നും കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തില്ലെന്നും പൂനം പറഞ്ഞു. आपने नहीं डाला था वोट? हाँ, मोरे को हो गए 13-14 साल हो गए होंगे. तो 13-14 साल में आपने अभी तक वोट नहीं डाला? क्यों डालते नहीं है, हम तो उधर ही डालते हैं. ഇതേ ഫോട്ടോയിലുള്ള രണ്ടുപേരെ കൂടി കണ്ടു. ആ രണ്ടുപേരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ. बट जब मेरा पहला वोट कार्ड बन के आया था तो उसमें फ़ोटो चेंज आई थी और नाम, एड्रेस वगैरह सब कुछ सेम था. ये फ़ोटो नहीं थी, कोई और महिला थी, ये फ़ोटो नहीं थी उसमें. चुनाव आप वोट किया था? हाँ जी, कराया था. किया दिया? हाँ, किया गया. വോട്ടർമാരുടെ എല്ലാം പേരിനോടൊപ്പം ഉണ്ടായിരുന്ന ബ്രസീലുകാരിയെ ഇവർക്കാർക്കും അറിയില്ല. പക്ഷേ വോട്ടർ പട്ടികയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ 3 പേരും യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി. പക്ഷേ വോട്ടർ പട്ടികയിലെ ചിത്രം മാറിയത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഹരിയാനയിൽ നിന്ന് മോഹൻകുമാറിനൊപ്പം അജീഷ് ജയകുമാർ, 24. ഇതിലൊന്നും അടിസ്ഥാനമില്ലെന്നല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ടത്. ഇതിനെ കാര്യകാരണ സഹിതം സമർത്ഥിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ജനാധിപത്യ വിശ്വാസികൾക്ക് ചിലപ്പോൾ ഇതിലൊന്നും വിശ്വാസം വരാതെ പോകും. അതിനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 60.28% പോളിംഗ് രേഖപ്പെടുത്തി. ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ വിജയകുമാർ സിൻഹയുടെ വാഹനവ്യൂഹത്തിന് നേരെ ഇന്ന് കല്ലേറുണ്ടായി. ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ വോട്ടിംഗ് മന്ദഗതിയിലാക്കാൻ വൈദ്യുത ബന്ധം തടസ്സപ്പെടുത്തിയെന്ന് RJD ആരോപിച്ചു. ബീഹാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം പ്രൈം ടൈമിൽ. ശ്രീനാഥ്,
എങ്ങനെയുണ്ടായിരുന്നു പൊതുവെയുള്ള പോളിംഗ്? നമ്മുടെ നാട്ടിലെ പോളിംഗ് വോട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ വാർത്താരഹിതമായി കടന്നുപോയോ അതോ സംഭവബഹുലമായോ? SKN ആദ്യത്തെ പകുതി യഥാർത്ഥത്തിൽ കാര്യമായ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. സമാധാനപരമായി വോട്ടിംഗ് മുന്നോട്ട് നീങ്ങി. പക്ഷേ രണ്ടാമത്തെ പകുതി ആകുമ്പോഴേക്കും പിന്നീട് അക്രമ സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട ഒരു പോളിംഗ് ഇന്നുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. 2020 കണക്കുമായി പരിശോധിക്കുമ്പോൾ വലിയൊരു നേട്ടം ഈ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. 60% മുകളിലേക്ക് പോളിംഗ് ഇത്തവണ എത്തി ആദ്യഘട്ടത്തിൽ എന്നത് ശ്രദ്ധേയമാണ്. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ അത് വോട്ടിങ്ങിനോട് എത്രത്തോളം പോസിറ്റീവായി സമീപിച്ചു എന്നത് അത് സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും അക്രമ സംഭവങ്ങൾ തന്നെയാണ് ഇന്നത്തെ ശ്രദ്ധേയമായ ഒരു ചിത്രം. അതിൽ പ്രധാനപ്പെട്ടത് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉപമുഖ്യമന്ത്രിയായ വിജയ് കുമാർ സിൻഹയുടെ വാഹനത്തെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ ലഖിസാരയിൽ വെച്ച് ഒരു സംഘം തടയുകയും ആ വാഹനത്തിന് നേരെ കല്ലും ചെരുപ്പുമൊക്കെ എറിയുകയും ഒക്കെ ചെയ്തതാണ്. അദ്ദേഹം രോക്ഷത്തോടെ പ്രതികരിക്കുന്നതൊക്കെ കണ്ടു. ഞങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് വരും, ബുൾഡോസറുകൾ എത്തി നിങ്ങളെയൊക്കെ ഇടിച്ചു നിരത്തുമെന്നൊക്കെ അദ്ദേഹം പറയുന്നതും കണ്ടു. കേന്ദ്ര സേന ഇടപെട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയത്. അദ്ദേഹം അവിടെ ഒരു ബൂത്തിലൊരു പരാതിയുണ്ട്, ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാരെ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, അത് നോക്കാനാണ് ഞാൻ അങ്ങോട്ട് വന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. RJD പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. DGPയോട് ഈ കാര്യത്തിൽ കർശനമായ നടപടി, ഈ പ്രശ്നം ഉണ്ടാക്കിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാവിലെ RJD ഇതുപോലെ ഒരു പരാതിയുമായി വന്നിരുന്നു. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലുള്ള ബൂത്തുകളിലൊക്കെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്നുണ്ട്, അത് ബോധപൂർവമായി ചെയ്യുകയാണ്, വോട്ടിംഗ് മന്ദഗതിയിലാക്കാനുള്ള ശ്രമമാണ് എന്നതായിരുന്നു RJDയുടെ ആരോപണം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള നിലപാട് ആണ് സ്വീകരിച്ചത്. CPI MLന്റെ ഒരു MLA ഇത്തവണ മത്സരിക്കുന്ന ആൾക്ക് നേരെയും സരൺ ജില്ലയിൽ വെച്ച് ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അക്രമ സംഭവങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായി എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർശന സുരക്ഷാ വിന്യാസത്തിലാണ് ഓരോ ബൂത്തും പട്നയിലടക്കം പ്രധാനപ്പെട്ട നഗരമായ തലസ്ഥാനമായ പട്നയിലടക്കം വോട്ടിംഗ് പുരോഗമിച്ചത്. അതേസമയം ഇന്ന് ശ്രദ്ധേയമായ ഒരു കാഴ്ച കൂടി ഉണ്ടായി SKN. അത് മറ്റു രാജ്യങ്ങളുടെ, അതായത് ഇന്തോനേഷ്യ, തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളെ, കൊളംബിയ, ബെൽജിയം അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കാണാൻ വേണ്ടി ഇങ്ങോട്ട് എത്തുകയും ചെയ്തു. രാവിലെ ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോഴായിരുന്നു അങ്ങനെ ഒരു ബൂത്തിലേക്ക് ആ സംഘം എത്തുകയും അവർക്ക് വലിയ സ്വീകരണമൊക്കെ അവിടെ നൽകുന്ന കാഴ്ച കാണാനും കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. നമ്മുടെ ഈ കണ്ണന്താഴ പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ ഇടനാഴി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇടനാഴിയിൽ നമ്മുടെ കാലച്ചക്കിടയിൽ ഞാൻ പറഞ്ഞു ഈ പ്രായപൂർത്തിയായ ആളുകൾ കുട്ടികൾക്ക് കാറൊന്നും ഓടിക്കാൻ കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കണ്ണന്താഴ പറയുകയാണ്, പിള്ളേർ ചോദിച്ചാൽ വണ്ടി കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയും. കാര്യം വലിയ സീരിയസ് ആണ് കുട്ടികളെ ഡീൽ ചെയ്യുന്ന കാര്യം. വളരെ സെൻസിറ്റീവായ ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ കുട്ടികൾ, അവരെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. വയനാട്ടിൽ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ കഴിയുന്ന 22 പേരടങ്ങിയ ഒരു ആദിവാസി കുടുംബത്തിൻ്റെ ദുരവസ്ഥ ഇന്ന് രാവിലെ 24 പൂർണ്ണലോകത്തെ അറിയിച്ചിരുന്നു. പനമരം പഞ്ചായത്തിലെ കുറുമ്പാലക്കോട്ടയിലാണ് ശുചിമുറി പോലുമില്ലാതെ ഒരു കൂട്ടം മനുഷ്യർ ദുരിത ജീവിതം തള്ളി നീക്കുന്നത്. കുടുംബത്തെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കണമെന്ന് JRP നേതാവ് CK ജാനു ആവശ്യപ്പെട്ടു. പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലാണ് ഈ ദുരവസ്ഥ. അതിദാരിദ്ര്യം മാറിയെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇവരെ പക്ഷേ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമെന്ന് CK ജാനു ചോദിക്കുന്നു. കുടുംബത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും CK ജാനു 24നോട് 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. അമ്പലംകുന്ന് കുറുമ്പാലക്കോട്ടയിലെ ഈ സ്ഥലത്ത് ചന്ദ്രൻ്റെ ഈ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ഭൂമി കൊടുത്ത് അവരെ പുനരധിവസിപ്പിച്ച് വീട് വെക്കുന്ന തലത്തിലേക്കാണ് ശരിക്കും പോകേണ്ടത്. മന്ത്രിയുടെ തന്നെ നിയോജക മണ്ഡലത്തിലാണ്. അപ്പോൾ മന്ത്രിയാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിദാരിദ്ര്യ ഇല്ല, ഇവിടെ എല്ലാം മാറി എന്ന് പറഞ്ഞിട്ട്. മന്ത്രിയൊന്ന് എത്രയും പെട്ടെന്ന് പോയിട്ട് മന്ത്രിയുടെ അതിദാരിദ്ര്യം മാറിയിട്ടുണ്ടാവും. ഓരോ സ്ഥലത്തും ആദിവാസികളും ദളിതരും താമസിക്കുന്ന പല സ്ഥലത്തും കുഴിച്ചു മൂടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കക്കൂസിൻ്റെ സ്ലാവും അടുപ്പും തറയൊക്കെ മാറ്റിയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളെയൊക്കെ ഏത് കാറ്റഗറിയിലാണ് അവർ പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചെന്നു. അയ്യപ്പത്ത, സുർജിത്ത് പറയൂ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഇവരുടെ കാര്യം ദുരിതത്തിൻ്റെ വലിയ കോട്ടയിലാണോ നമ്മൾ ചെന്ന് പ്രോഗ്രാം ഷൂട്ട് ചെയ്തത്? ന്യൂസ് SKN, അതീവ ഗൗരവതരമായൊരു വാർത്തയാണ് ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ നമ്മൾ പുറത്തുവിട്ടത്. കുറുമ്പാലക്കോട്ട അമ്പലംകുന്ന് ഉന്നതി എന്നുള്ള ഉന്നതിയുണ്ട്. അത് പണിയ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഒരു കുടുംബം
ആ കുടുംബത്തിലെ 22 അംഗങ്ങളുള്ള കുടുംബമാണ്. ആ കുടുംബം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ താമസിക്കുന്ന ഒരു ദുരവസ്ഥയുള്ളത്. ഇത് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പനമരം പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥയിൽ ഒരു കുടുംബം കഴിയുന്നത്. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന വീട്, അതിന്റെ ചുവർ തകർന്നിട്ടുണ്ട്, ഷീറ്റ് വെച്ച് മറച്ചിരിക്കുകയാണ്. മുകളിൽ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ചിട്ടാണ് ഇരിക്കുന്നത്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാത്ത വിധത്തിൽ അത് മുഴുവൻ അകത്ത് വീഴുന്നൊരവസ്ഥയാണുള്ളത്. മാത്രമല്ല കുട്ടികളടക്കം കഴിയുന്നത് വലിയ രീതിയിൽ ഒരുപക്ഷെ ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു സ്ഥിതിയിൽ, അത്തരത്തിലൊരു അവസ്ഥ മുന്നിൽ നിൽക്കുന്ന സ്ഥിതിയിലാണ്. മാത്രമല്ല വീടിന്റെ പിറകിൽ പാറകളാണ്. ആ പാറകൾ ഏതെങ്കിലും ഒന്ന് തള്ളി താഴേക്ക് വന്നാൽ അത് വീടിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അതിന്റെ താഴെ ചെങ്കുത്തായ പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ 22 പേരടങ്ങുന്ന ഒരു കുടുംബം കഴിയേണ്ടി വരുന്നത്. റേഷൻ കാർഡ് തന്നെ നമ്മൾ പരിശോധിച്ചു. ആ റേഷൻ കാർഡിൽ മക്കളുടേതടക്കം പേരുകൾ 10 പേരുകളാണ് ഉള്ളത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ CK ജാനു അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാക്കളുടെ പ്രതികരണം വരുന്നത് അവർ പറയുന്നത് പൂർണ്ണമായ പുനരധിവാസം എന്നുള്ള തരത്തിൽ തന്നെയുള്ള നിലപാടാണ്. മാത്രമല്ല അവർ നിശ്ചിതമായി വിമർശിക്കുന്നുമുണ്ട്. പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ നിയോജകമണ്ഡലത്തിലാണ് ഈ ഒരു ദുരവസ്ഥയുള്ളത്. മന്ത്രി സ്ഥലത്തെത്തി പ്രശ്നപരിഹാരം കാണണം, അതിദാരിദ്ര്യം മാറി എന്നാണ് സർക്കാർ സംവിധാനങ്ങളും മന്ത്രിയും ഉൾപ്പെടെ പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക എന്നുള്ള ചോദ്യം കൂടി CK ജാനു ഉന്നയിക്കുന്നുണ്ട്. ഈ തകർന്നു വീഴാറായ വീട്ടിൽ ഇത്രയും പേർ കഴിയുന്നു എന്നുള്ളത് അത് കേരളത്തിന്, ജനാധിപത്യ കേരളത്തിന് അപമാനകരമായ സംഗതിയാണ്. ഇതിൽ പട്ടികവർഗ വകുപ്പ് എന്നൊരു വകുപ്പ് എന്താണ് ചെയ്യുന്നത്, ഈ ഉദ്യോഗസ്ഥരെ ശമ്പളം കൊടുത്ത് എന്തിനാണ് ഇങ്ങനെ പോറ്റുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ കൂടി അവർ ചോദിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു കുടുംബം കഴിഞ്ഞിട്ട് ഇതിനൊരു നടപടിയില്ലാത്ത ഒരവസ്ഥയുണ്ട്. അതേസമയം നമ്മൾ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ലൈഫിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. പക്ഷേ അങ്ങനെ എങ്കിൽ പോലും ആ തുക അവിടേക്ക് ഈ സാധനങ്ങൾ എത്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ CK ജാനു അടക്കമുള്ള ആദിവാസി ഗോത്ര മഹാസഭയുടെ അടക്കം നേതാക്കളുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഗൗരവതരമായി സർക്കാരിന് മുന്നിൽ ഈ കുടുംബത്തെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇടപെടൽ, ശാശ്വതമായ രീതിയിലുള്ള സ്ഥലം, ഭൂമിയും ഒപ്പം തന്നെ വീടും ഉൾപ്പെടെ നൽകുന്ന വിധത്തിലേക്ക് അത് എത്തണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. SK. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. മിനിബാബു പറയുന്നത് SK രാവിലെ കപ്പൽ യാത്രയുടെ വീഡിയോ ഒക്കെ കണ്ടു, നന്നായിരുന്നു. ഞങ്ങൾക്ക് എന്നാ കപ്പലിൽ പോകാൻ പറ്റുന്നത്, വാർഷികത്തിന് പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഡിസംബർ 8 നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ വലിയൊരു വളർച്ചയുടെ പടവിലേക്ക് നീങ്ങുന്നതിന് ചില പ്രഖ്യാപനങ്ങളൊക്കെ കാത്തിരുന്നുള്ളൂ. അതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും, നമ്മളിപ്പോൾ കപ്പൽ യാത്ര മാത്രമല്ല മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്. ജസ്റ്റിൻ നമ്പ്യത്ത് പറഞ്ഞത് SK സ്നേഹം കൊണ്ട് പറഞ്ഞോളൂന്നേ, അങ്ങ് ബാക്കിലേക്ക് ഓടി പെട്ടെന്ന് നിൽക്കുമ്പോൾ സ്റ്റെപ്പ് മിസ്സാവാൻ സാധ്യതയുണ്ട്, മോന്ത കുത്തി വീണ് പല്ല് പോകാൻ സാധ്യതയുണ്ടെന്നാണ് ജസ്റ്റിൻ പറയുന്നത്. ഞാൻ എൻ്റെ പല്ല് സൂക്ഷിക്കുന്നുണ്ട്, പല്ലൊക്കെ വളരെ വിലപ്പെട്ട സാധനമല്ലേ, ഡോണ്ട് വറി. ഞാനിങ്ങനെയാണ് കളിക്കത്തില്ല കേട്ടോ. ഇതെന്താ പരിപാടി? എറണാകുളത്ത് വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. എറണാകുളം ടൗൺ സ്വദേശിക്ക് 1,30,00,000 രൂപ നഷ്ടമായി. 1,06,00,000 രൂപ സൈബർ പോലീസ് പരാതി കിട്ടി മണിക്കൂറുകൾക്കകം തിരിച്ചു പിടിച്ചു. നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുള്ളത് ഡിജിറ്റലായിട്ട് ഇൻ്റർനെറ്റ് വഴിയോ ഓൺലൈനോ ആരെയും അറസ്റ്റ് ചെയ്യാൻ നിയമമില്ല, ആരും പണം കൊടുക്കരുത്. നമ്മുടെ മലയാളികളൊക്കെ ഇത്ര മണ്ടന്മാരാണോ? ഇനി കുറച്ചുകൂടെ നമ്മൾ കടുപ്പിക്കേണ്ട അവസ്ഥയാണ്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിപിനെ എന്താ വിപിനെ, ഇതൊരു വെള്ളരിക്കപ്പെടണോ? ഇത് ആൾക്കാർ ഈ കോടിയും കൊണ്ട് ഇങ്ങനെ റോഡിൽ നിൽക്കുകയാണോ തട്ടിച്ച് തരണമെന്ന് പറഞ്ഞിട്ട്? പറയൂ, വിവരങ്ങൾ പറയൂ. അതെ SK, വെർച്വൽ അറസ്റ്റ് ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല, അല്ലെങ്കിൽ അത് പാടില്ല, അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടും വീണ്ടും കൊച്ചിയിൽ അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നു. 1,30,00,000 രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. അതായത് 1-ാം തീയതി മുതൽ ഈ കഴിഞ്ഞ 6-ാം തീയതി വരെ, നവംബർ 6-ാം തീയതി വരെ നിരന്തരമായി വിളിക്കുകയും CBIയിൽ നിന്നാണ് എന്നാണ് ഇവരോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഇവരുടെ കയ്യിലുള്ള ഒരു മൊബൈൽ നമ്പർ അത് ക്രിമിനൽ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്ന് പറയുകയും 48 മണിക്കൂർ ഇങ്ങനെ വെർച്വൽ അറസ്റ്റ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് നിങ്ങളുടെ എന്തൊക്കെ സ്വത്തുകളുണ്ട് ആ വിവരങ്ങളൊക്കെ കൈമാറണമെന്ന് പറയുകയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്രയും തുകയുണ്ട് അല്ലെങ്കിൽ പണമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം 1,30,00,000 രൂപ ഇവർ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ഇങ്ങനെയാണ് ഏകദേശം 80 വയസ്സുള്ള ഒരു ഡോക്ടറാണ് ഈ തട്ടിപ്പിന് ഇരയായത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെ 1,30,00,000 രൂപ
നൽകിയ ഉടൻ തന്നെ അദ്ദേഹത്തിനെ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് തോന്നിയ ഉടൻ തന്നെ അദ്ദേഹം 1930 എന്നുള്ള സൈബർ പോലീസിന്റെ നമ്പറിൽ കൃത്യമായിട്ട് ആ വിവരം അറിയിച്ചു. അതൊരു ഗോൾഡൻ അവർ ആയിരുന്നു. അതായത് തട്ടിപ്പിനിരയായി എത്രയും വേഗം അറിയിക്കുക എന്നുള്ളതാണ് ഈ ഗോൾഡൻ അവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉടൻ തന്നെ സൈബർ പോലീസ് ഇതിൽ ഉണർന്നു പ്രവർത്തിക്കുകയും അതിൽ 1,06,00,000 രൂപ വീണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നഷ്ടമായ ഒരു തുകയിൽ ഇത്ര വലിയൊരു തുക തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് സൈബർ പോലീസിന് ഒരു വലിയ നേട്ടമായി. ഒരുപക്ഷെ അത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ സജീവമായിട്ടുള്ള അന്വേഷണമൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും പറയുന്നു, ഇങ്ങനെ വെർച്വൽ അറസ്റ്റ് എന്നുള്ളത് നിയമപരമായിട്ട് അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ വീണ്ടും അതിൽ തട്ടിപ്പിനിരയായിരിക്കുന്നു. പ്രധാനമായും ഇന്ന് രാവിലെ ഫോർട്ട് കൊച്ചി മേഖലയിലും സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഏകദേശം 70 വയസ്സിന് മുകളിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ്. അവരുടെ കയ്യിലുള്ള പണത്തിൻ്റെയൊക്കെ സോഴ്സ് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിൽ വിളിക്കുകയും നിങ്ങൾ അറസ്റ്റിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ പല വിധത്തിലുള്ള വഴികളും ഇപ്പോൾ രാവിലെ മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചത്. അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി, യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടത്തിയ ആളുകൾ എവിടെ നിന്നാണ് ഫോൺ ചെയ്തതെന്ന് മനസ്സിലായോ? നിലവിലത് മനസ്സിലായിട്ടില്ല. കാരണം പല നമ്പറുകളിൽ നിന്ന് വീഡിയോ കോളായിട്ടും വാട്സപ്പിലും അവരെ വിളിച്ച നമ്പറുമുണ്ട്. ഇതൊക്കെ തന്നെ പല പല നമ്പറുകളാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു അക്കൗണ്ട് നമ്പർ മാത്രമാണ് അത്, കേരളത്തിന് പുറത്തുള്ള ഒരു അക്കൗണ്ട് നമ്പർ ആണെന്നുള്ളത് മാത്രമാണ്. ആദ്യഘട്ടത്തിൽ ആ അക്കൗണ്ടിലേക്ക് പണം പോയ ഉടൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ സൈബർ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് അത് തിരിച്ചുപിടിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ കോൾ വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്ന് പറയുകയും ഇദ്ദേഹത്തെ 48 മണിക്കൂറോളം അങ്ങനെ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഇരുത്തുകയും ചെയ്തത്. ഒരു പ്രേക്ഷകൻ എന്നോട് ചോദിച്ചു, ജനശതാബ്ദി അമ്പലപ്പുഴയെ പിടിച്ചിട്ടിരിക്കുകയാണ്, എന്താ കാരണം എന്ന് ചോദിച്ചു. ഞാൻ കാരണം അന്വേഷിച്ചു. ഇപ്പോൾ ഇതാണ് കാരണം. ആലപ്പുഴ കരിയിലക്കുളങ്ങരയിൽ റെയിൽവേ ക്രോസിൻ്റെ ഗേറ്റ് ലോറി ഇടിച്ച് തകർന്നുപോയി. ജനശതാബ്ദി, ഏറനാട് എക്സ്പ്രസ്, ഇന്റർസിറ്റി ട്രെയിനുകളെല്ലാം ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ്. അതെല്ലാം വൈകും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. റെയിൽവേ ഗേറ്റ് ഉടൻ പുനഃസ്ഥാപിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ജനശതാബ്ദി ട്രെയിന്, ഏറനാട് ഇന്റർസിറ്റി ട്രെയിനുകളൊക്കെ തന്നെ അതുകൊണ്ട് വൈകും എന്ന് അറിയിച്ചിട്ടുണ്ട്. വഴിയിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കരിയിലക്കുളങ്ങരയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പ്രതി സുരേഷ് കുമാറിനെ കീഴ്പ്പെടുത്തിയ യാത്രക്കാരൻ്റെ ചിത്രം റെയിൽവേ പുറത്തുവിട്ടു. ഇയാളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാരിതോഷികം കൊടുക്കാനൊക്കെ ആലോചനയുണ്ട് റെയിൽവേക്ക്. ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയെ രക്ഷിച്ചതും ഇതേ യാത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ പിന്നാലെയാണ് ഇപ്പോൾ റെയിൽവേ പോലീസ്. കേരള എക്സ്പ്രസിൽ പെൺകുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായ രാത്രിയിൽ ഒരു യാത്രക്കാരന്റെ ഇടപെടലാണ് സുഹൃത്ത് അർച്ചനയെ രക്ഷിച്ചതും പ്രതിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തത്. ഇയാളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് നിലവിൽ റെയിൽവേ പോലീസ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് അടിയന്തര ഇടപെടൽ നടത്തിയ വ്യക്തിയെ കണ്ടെത്തിയത്. പ്രതിയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചുവന്ന വസ്ത്രം ധരിച്ച യാത്രക്കാരന്റെ ചിത്രം റെയിൽവേ പോലീസ് പുറത്തുവിട്ടു. വിവരങ്ങൾ കൈമാറുന്നതിന് ഫോൺ നമ്പറും പോലീസ് നൽകിയിട്ടുണ്ട്. കണ്ടെത്തിയാൽ മനുഷ്യത്വപരമായ ഇടപെടലിനെ ആദരിക്കാനും പാരിതോഷികം നൽകാനും ആലോചനയുണ്ട്. അതേസമയം പ്രതി ട്രെയിനിൽ കയറുന്നതിന് മുൻപ് മദ്യപിച്ച ബാറിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. പ്രതിയും സുഹൃത്തുമാണ് കോട്ടയത്തെ ബാറിൽ കയറി മദ്യപിക്കുന്നത്. ഈ ഡിജിറ്റൽ തെളിവുകളും കേസന്വേഷണത്തിൽ നിർണായകമാകും. പ്രതിയെ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ജയിലിൽ വെച്ച് തെളിവ് ശേഖരണം നടത്താനും നീക്കമുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും മാറ്റമില്ലാതെ തുടരുകയാണ്. തലക്കേറ്റ ക്ഷതമാണ് ആരോഗ്യസ്ഥിതി മോശമാക്കുന്നത്. അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിലെ പരിശോധനയും RPF ഊർജിതമാക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മൂരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT നീക്കം തുടങ്ങി. റാന്നി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതിനായിട്ടൊരു അപേക്ഷയും കൊടുത്തു. ദേവസ്വം ഭാരവാഹികളെ കേന്ദ്രീകരിച്ചുള്ള SIT അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. മുരാരി ബാബു ജാമ്യാപേക്ഷ സമർപ്പിച്ച പശ്ചാത്തലത്തിലാണ് SITയുടെ പുതിയ നീക്കം. മുരാരി ബാബുവിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നതോടെ ജാമ്യാപേക്ഷ കോടതി തള്ളാനാണ് സാധ്യത. സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ ആലോചന. കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേസിൽ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. പ്രത്യേക സംഘത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ക്രമസമാധാന വിഭാഗം ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. 2019 ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനാണ് നീക്കം. N. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലുള്ള ദേവസ്വം പ്രസിഡന്റ് PS. പ്രശാന്തിന്റെയും മൊഴിയെടുക്കും. ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി പമ്പയിൽ തെളിവെടുപ്പ് നടത്താനും ആലോചനയുണ്ട്. 24 പത്തനംതിട്ട.
ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകേണ്ട എന്ന് CPM തീരുമാനിച്ചു. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതിയ ഭരണസമിതിയെക്കുറിച്ച് തീരുമാനമുണ്ടാകും. മുൻ MP A സമ്പത്ത്, മുൻ MLA TK ദേവകുമാർ എന്നിവരെയാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ പദവിയിൽ 2 കൊല്ലം പൂർത്തിയാക്കിയ PS പ്രശാന്തിനും അംഗം A അജികുമാറിനും 2026 ജൂൺ വരെ കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ആലോചിച്ചിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് എതിർ നിരീക്ഷണങ്ങൾ ഉണ്ടായതോടെയാണ് കാലാവധി നീട്ടി നൽകേണ്ടതില്ലെന്ന ധാരണയിലേക്ക് CPIM എത്തിയത്. കാലാവധി നീട്ടി നൽകിയാൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് പിന്മാറ്റം. ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻ MP A സമ്പത്ത്, മുൻ MLAയും കയർഫെഡ് ചെയർമാനുമായ TK ദേവകുമാർ തുടങ്ങിയവരെയാണ് CPIM പരിഗണിക്കുന്നത്. കൊല്ലത്തു നിന്നുള്ള ചില നേതാക്കളും പരിഗണനയിലുണ്ട്. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെയാകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPIM പരിഗണിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന കാര്യം നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. ദേവസ്വം ബോർഡിലെ പാർട്ടി പ്രതിനിധിയായി CPI വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. CPI സംസ്ഥാന കൗൺസിൽ അംഗവും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമാണ് വിളപ്പിൽ രാധാകൃഷ്ണൻ. മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാരും നിയമസഭയിലെ ഹിന്ദു MLAമാരുമാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത്. G സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നിയമഭേദഗതിയിലൂടെ 2 വർഷമായി കുറച്ചത്. അന്നത്തെ നിയമഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവന്ന് തിരുത്തി PS പ്രശാന്തിന് കാലാവധി നീട്ടി നൽകാനായിരുന്നു നീക്കം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിക്കൂട്ടിലായതോടെ ആ വഴി അടയുകയാണ് ഉണ്ടായത്. 24 തിരുവനന്തപുരം. ഇനി ഇടനാഴിയിൽ ഞാൻ ആവേശം കൊണ്ട് ആ വാർത്തയിലേക്കാണ്. കോഴിക്കോട് പേരാമ്പ്ര കൂത്താളി സ്കൂൾ ഗ്രൗണ്ടിൽ അപകടകരമായ വിധം കാർ ഓടിച്ച് അഭ്യാസപ്രകടനം നടത്തിയ 16-കാരനെ കുറിച്ചാണ് ഈ വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തു. കൂത്താളി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്നലെ കുട്ടികൾ കളിക്കുന്നിടയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ആ ദൃശ്യം ഇതാണ്. ആ ദൃശ്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിച്ച് നോക്കുക. ഇത്രയും കുട്ടികൾ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. 16-കാരൻ അഭ്യാസ പ്രകടനത്തിന് പോയതാണ് ഈ ഗ്രൗണ്ടിൽ. കണ്ട് ആ കുട്ടിയൊക്കെ കഷ്ടിച്ച് ആണ് രക്ഷപ്പെട്ടത്. കണ്ടില്ലേ, കാറ് തിരിച്ച് കണ്ടില്ലേ. അപ്പോൾ ഈ പ്രകടനമൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് പേടിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ആലോചിച്ച് പോവുക. ഈ കുട്ടികളുടെയൊക്കെ മാതാപിതാക്കൾ നെഞ്ചത്ത് കൈവച്ചല്ലേ ഈ ദൃശ്യങ്ങൾ കാണൂ. കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ്, വിശദാംശങ്ങൾ. SK ഇന്നലെ രാവിലെയാണ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നതിനാൽ കൂത്താളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അവധിയായിരുന്നു. ആ സമയത്താണ് ഫുട്ബോൾ ടീമിലെ കുട്ടികൾ അവിടെ ഗ്രൗണ്ടിൽ കളിക്കാൻ എത്തിയത്. അവിടേക്കാണ് ഈ 16-കാരൻ ഈ കാറ് പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഉടമയെ കേന്ദ്രീകരിച്ചൊരു സമഗ്രമായ അന്വേഷണത്തിലേക്കാണ് പേരാമ്പ്ര പോലീസ് കടന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാർ ഓടിച്ചിരുന്നത് ഒരു 16-കാരനാണെന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ എന്തായാലും പോലീസും MVDയും ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. 25 വയസ്സ് വരെ ഈ 16-കാരനായ കുട്ടിക്ക് ലൈസൻസ് എടുക്കുവാൻ കഴിയില്ല. ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കി. ഒപ്പം തന്നെ മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കാനുള്ള ശുപാർശ കൂടി ഇപ്പോൾ MVD പോലീസ് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉടൻ തന്നെ കേസെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ 16-കാരൻ ഈ പേരാമ്പ്രയിൽ തന്നെയുള്ള ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇയാളുടെ ഐഡന്റിറ്റി ഒന്നും ഇപ്പോൾ തൽക്കാലം വെളിയിൽ വിടരുത് എന്നുള്ള ഒരാവശ്യം കൂടി ഇപ്പോൾ പോലീസ് നമുക്ക് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ആരൊക്കെയാണ് ആ പേര് പോലും നമ്മൾ പറയാത്തൊരു സാഹചര്യമുള്ളത്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ അടക്കം വ്യക്തമാണ് എത്രമാത്രം അപകടകരമായാണ് ആ കാർ അവിടേക്ക് ഇടിച്ചു കയറിയതെന്നും തലനാരിഴയ്ക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. അവിടെ അധ്യാപകർ എത്രയും വേഗം അവിടെ ഇടപെട്ടു. ഓരോ വിദ്യാർത്ഥികളെയും മാറ്റുകയായിരുന്നു. അവിടെ വലിയ ചില കുട്ടികളൊക്കെ പേടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു വിവരം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും പേരാമ്പ്ര പോലീസ് കേസ് രജിസ്റ്റർ അന്വേഷണം ആരംഭിച്ചു. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു 16-കാരനാണെന്ന് കണ്ടെത്തുകയും ഇപ്പോൾ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് MVDയും പോലീസും കടന്നിരിക്കുകയും ചെയ്തിട്ടുള്ളത്. SK. ഓക്കെ, താങ്ക് യു. YS അഭിനന്ദാണ് വിവരം നൽകിയത്. എന്തായാലും മാതാപിതാക്കൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കുട്ടികളിങ്ങനെ അഭ്യാസപ്രകടനം നടത്താനായി ഇങ്ങനെ 4 വീലൊക്കെയുള്ള വണ്ടികൾ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. 2 വീലുള്ള വണ്ടി ഉപയോഗിക്കാൻ അനുവദിക്കരുത്. കാരണം ഇവർ പോയിട്ട് എന്ത് കൊല്ലാപ്പൊക്കെ ഉണ്ടാക്കും നമുക്ക് പറയാൻ പറ്റും. ഞാൻ മാതാപിതാക്കളെ കുറ്റപ്പെടുന്നില്ല. കുട്ടികൾ വല്ലാത്ത സമ്മർദ്ദം ചെലുത്തുമ്പോൾ നമ്മൾ അനുവദിക്കുന്നതായിരിക്കും. എന്നാലും അത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടങ്ങി. നേമമണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മണക്കാട് സുരേഷ് രാജിവെച്ചു. നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചാണ് ഈ സുരേഷിന്റെ രാജി. മണക്കാട് സുരേഷിന്റെ രാജിയെ പരിഹസിച്ച് K മുരളീധരനും ഇന്ന് രംഗത്ത് വന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേമം സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ്
നേമം മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം മണക്കാട് സുരേഷ് രാജിവച്ചത്. നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വം BJPയെ സഹായിക്കാൻ എന്നാണ് ആക്ഷേപം. സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കാതെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നും സുരേഷ് വാദിക്കുന്നു. രാജിക്കത്ത് സണ്ണി ജോസഫിനും VD സതീശനും കൈമാറി. അതേസമയം സുരേഷിന് ഒരുപാട് തിരക്കുള്ളതുകൊണ്ടായിരിക്കും രാജി എന്നാണ് K മുരളീധരന്റെ പരിഹാസം. അതായത് അദ്ദേഹം KPC ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് എല്ലാത്തിനും സമയം കിട്ടുന്നില്ല കോർ കമ്മിറ്റിയുടെ കാര്യം നോക്കാൻ. അതുകൊണ്ട് ഒന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതല്ലാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ട് ആരും രാജിവെക്കില്ല. കാരണം KPC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലുള്ള ആളാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം നടപടി തുടങ്ങി. അതിനിടെ കോർപ്പറേഷനിലേക്ക് 79 സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 7 സീറ്റുകളിൽ കൂടി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 15 സീറ്റുകളാണ് ഘടകകക്ഷികൾക്ക് മാറ്റിവച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. വയനാട്ടിൽ ആയുധധാരികളായ ഒരു സംഘം വാഹനം രാത്രിയിൽ തടഞ്ഞു നിർത്തി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി യാത്രക്കാരെ മർദ്ദിച്ച ശേഷം വാഹനവും മുതലുകളും കവർച്ച ചെയ്തു കൊണ്ടുപോയി. സംഭവത്തിൽ സഹായി പിടിയിലായി. ഈ കുറ്റവാളി സംഘത്തെ സഹായിച്ച പാടിച്ചിറ സീതാമോഹൻ പുതുച്ചിറ വീട്ടിൽ രാജനെയാണ് ബത്താരി പോലീസ് പിടികൂടിയത്. വാഹനം കവർച്ച ചെയ്ത് കൊണ്ടുവരുന്നതിനും പൊളിക്കുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനും പ്രതികളെ ഒളിപ്പിക്കുന്നതിനും വേണ്ട സഹായമാണ് ഇയാൾ ചെയ്തു കൊടുത്തത്. പൊളിച്ചുപേക്ഷിച്ച വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഹൈവേയിൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ തടഞ്ഞ് പണവും സ്വർണവും വിലയേറിയ മുതലുകളും മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ മാരകായുധങ്ങളുമായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ 4-ാം തീയതി രാത്രിയായിരുന്നു സംഭവം. കോഴിക്കോട് സ്വദേശിയും ഡ്രൈവറും ബിസിനസ് ആവശ്യത്തിനായി ബാംഗ്ലൂരിൽ പോയി തിരിച്ചു വരവെയാണ് ഈ സംഘം പിന്തുടർന്ന് ആക്രമിച്ചത്. സങ്കടകരമായ വാർത്തയാണ്. ഷോക്കിംഗ്. തിരുവനന്തപുരം നഗരസഭയിൽ 75 സീറ്റുകൾ മത്സരിക്കാൻ CPIM 3 ഏരിയ സെക്രട്ടറിമാരും 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും മത്സരത്തിനുണ്ടാകും. ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിനെതിരെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നു. തിങ്കളാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPIM തീരുമാനം. വാർഡുകൾ നിലനിർത്താനും പിടിച്ചെടുക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന സമിതിയുടെ നിർദ്ദേശത്തിൽ ഇളവ് നൽകി ഏരിയ സെക്രട്ടറിമാരെ CPIM മത്സരരംഗത്തിറക്കുന്നത്. വിളപ്പിൽ, വഞ്ചൂർ, പാളയം ഏരിയ സെക്രട്ടറിമാരാണ് സ്ഥാനാർത്ഥികളാകുക. വിളപ്പിൽ ഏരിയ സെക്രട്ടറി RP ശിവജി പുന്നയ്ക്കാമുകളിലും, വഞ്ചൂർ ഏരിയ സെക്രട്ടറി K ശ്രീകുമാർ ചാക്കയിലും, പാളയം ഏരിയ സെക്രട്ടറി P ബാബു വഞ്ചൂരിലും മത്സരിക്കും. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ SP ദീപക് പേട്ടയിലും SA സുന്ദർ ചാലയിലും മത്സരിക്കും. LDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ SP ദീപകിനാകും മേയർ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന. ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനം ഉയർന്നു. മാസങ്ങൾക്ക് മുമ്പ് സെക്രട്ടറി ആയവർ എന്തിനാണ് മത്സരിക്കാനിറങ്ങുന്നതെന്നായിരുന്നു ചോദ്യം. തീരുമാനം സംസ്ഥാന സമിതി പുനഃപരിശോധിക്കണമെന്നും ആവശ്യമുയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. ജില്ലാ നേതൃത്വം അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക അതാത് വാർഡ് കമ്മിറ്റികൾ ചർച്ച ചെയ്യും. എതിരഭിപ്രായമുണ്ടായാൽ തീരുമാനം പുനഃപരിശോധിക്കും. പൗണ്ട് കടവ് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ തർക്കമുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ച് തിങ്കളാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPIMന്റെ തീരുമാനം. 101 വാർഡുകളുള്ള നഗരസഭയിൽ 75 സീറ്റിൽ CPIMും 17 സീറ്റുകളിൽ CPIയും മത്സരിക്കും. കേരള കോൺഗ്രസ് എമ്മിന് 3 ഇതര ഘടകകക്ഷികൾക്ക് ഓരോ സീറ്റ് വീതവും നൽകിയിട്ടുണ്ട്. ബാലരാമപുരം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗം SK പ്രിജയെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPIM തിരുവനന്തപുരത്ത് പരിഗണിക്കുന്നത്. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസിന് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകാൻ സാധ്യതയില്ല. മേയർ സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം വേണ്ട എന്ന് ജില്ലാ നേതൃത്വത്തിൽ ധാരണയായി. അന്തിമ തീരുമാനം KPCCക്ക് വിട്ടു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം. സൂരജ്, മേയർ സ്ഥാനാർത്ഥിയായി ഒരാളെ കാട്ടേണ്ട എന്ന് തീരുമാനിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? തൃശ്ശൂരിൽ തുടരുന്ന ഗ്രൂപ്പ് പോര് തന്നെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ നേതൃത്വത്തെ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടായ തോൽവി, അതിന് പിന്നാലെ ഈ ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യം അടക്കം നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ്. അതിലുപരി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ KPCC സെക്രട്ടറി കൂടിയായ A പ്രസാദിനെ അന്ന് മേയർ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചിരുന്നതാണ്. അങ്ങനെ പ്രസാദിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അന്ന് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത്. പക്ഷേ അത് ഈ വലിയ ഗ്രൂപ്പ് വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് വെല്ലുവിളികളിലേക്ക് പോയി. അതേ തുടർന്ന് ഈ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഭരണം തന്നെ ഈ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അന്ന് നേതൃത്വം വിലയിരുത്തിയത്. അത് മേയർ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചതാണ് തിരിച്ചടിയായത് എന്നുള്ളത് ഇപ്പോഴും വിലയിരുത്തുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തടക്കം നമ്മൾ കണ്ടതാണ്. ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടുന്നതോടെ കൃത്യമായ പാനൽ അവതരിപ്പിക്കുന്നു. അത്തരം ഒരു മേൽക്കൈ തൃശ്ശൂരിൽ നേടാൻ അല്ലെങ്കിൽ അത്തരം ഒരു തന്ത്രം തൃശ്ശൂരിൽ പയറ്റിയാൽ അത് തിരിച്ചടിയാകും എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നത്. നിലവിൽ
വലിയ രീതിയിൽ തന്നെ തൃശ്ശൂരിൽ ഈ ഗ്രൂപ്പ് പോരുകൾ മുറുകി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ ഗ്രൂപ്പുകളും അവരുടേതായ സീറ്റുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനാർത്ഥി ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ഇന്ന് കോൺഗ്രസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. 56 സീറ്റിൽ 3 സീറ്റുകൾ ഘടകകക്ഷിക്ക് വിട്ടു നൽകാനാണ് നിലവിൽ ആലോചിക്കുന്നത്. KPCCയുടെ അനുമതിയോടുകൂടി അതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. ബാക്കി സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്യും. LDFിനെ സംബന്ധിച്ചും LDFിന്റെയും ഇന്ന് യോഗം ചേർന്നു. LDF യോഗം ചേർന്നു, ഘടകകക്ഷികളുമായി ചർച്ച നടത്തി. നാളെ മുതൽ CPM ഈ സീറ്റ് ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് DCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ നേരിട്ട് ഡിവിഷനുകളിലെത്തി അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതും സോർട്ട് ചെയ്ത് വൈകാതെ തന്നെ ഈ പട്ടിക അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ഓക്കെ, താങ്ക് യു. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭൂമി ഫോക്കസ് മാളിന് വിട്ടു നൽകിയ കൗൺസിൽ നടപടിക്കെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത് വന്നു. നഗരസഭാ സെക്രട്ടറി KU ബിനിയെ ഉപരോധിച്ചായിരുന്നു അവരുടെ പ്രതിഷേധം. കോർപ്പറേഷന് പകരം ഭൂമി നൽകിയെങ്കിലും നടപടിക്ക് പിന്നിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു BJP രംഗത്ത് വന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ 4.8 സെന്റ് സ്ഥലം ഫോക്കസ് മോളിന് നൽകി കോട്ടൂളി 13-ാം വാർഡിലെ 76 സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് പകരം നൽകാനുള്ള നീക്കത്തിനെതിരെയാണ് BJP പ്രതിഷേധം. സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറി KU ബിനിയെ ഉപരോധിച്ചു. ഉപരോധത്തിനിടെ CPM കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് എത്തിയതോടെ BJP പ്രവർത്തകരും കൗൺസിലർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കൗൺസിൽ യോഗത്തിൽ BJP അംഗങ്ങളും ഭൂമി കൈമാറ്റത്തിന് അനുകൂലമായിരുന്നുവെന്ന് CPM വാദിച്ചു. എന്നാൽ BJP കൗൺസിലർമാരുടെ വിയോജനക്കുറിപ്പുണ്ടെന്ന് പ്രകാശ് ബാബു തിരിച്ചടിച്ചു. നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 24 കോഴിക്കോട്. മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ ചേർത്തലയിൽ അതിദരിദ്രർക്കുള്ള ഭക്ഷണ കൂപ്പണുകൾ തട്ടിയെടുത്തെന്ന പരാതിയിൽ കോൺഗ്രസ് കൗൺസിലർക്കെതിരെ കേസ്. ചേർത്തല നഗരസഭാംഗം M സാജുവിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തിരക്കഥയാണ് ഈ പരാതി എന്നാണ് സാജുവിന്റെ പ്രതികരണം. അതിദരിദ്രർക്കുള്ള ഭക്ഷ്യക്കൂപ്പൺ ഗുണഭോക്താവിന്റെ അനുമതിയില്ലാതെ മറ്റൊരാൾക്ക് മറിച്ചു നൽകിയതാണ് പരാതി. 25-ാം വാർഡിലെ സ്ഥിര താമസക്കാരനായ ആനന്ദകുമാർ നൽകിയ പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസ് കേസെടുത്തത്. എന്നോട് ചോദിച്ച അനുവാദം മേടിച്ചിട്ടാണ് പുള്ളി വേറെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് വേറെ കൊടുക്കണമെന്ന് പുള്ളി പറയണത്. എനിക്കറിയില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ആനന്ദകുമാറിന്റെ അനുമതിയോടെയാണ് ഭക്ഷ്യക്കൂപ്പൺ വാർഡിലെ മറ്റൊരു കുടുംബത്തിന് നൽകിയതെന്നാണ് കൗൺസിലറുടെ വിശദീകരണം. കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അനിയ, ഞാൻ അന്ന് പറഞ്ഞതല്ലേ ഇത് ആർക്കെങ്കിലും എന്നെപ്പോലെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്ന അംബിക പ്രസാദ് കൈലാസത്ത് വിളി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഈ സാധനം കൊടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യക്കൂപ്പൺ മോഷണം ആയുധമാക്കുകയാണ് LDF. CPIM BJP ഗൂഢാലോചനയുടെ ഭാഗമാണ് പരാതി എന്ന വാദമുയർത്തി വിഷയത്തെ കോൺഗ്രസ് പ്രതിരോധിക്കുന്നുമുണ്ട്. 24 ആലപ്പുഴ. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യത്തിന് വൻ വിജയം. മുഴുവൻ സീറ്റിലും AISA, SFI, DSF സഖ്യം വിജയിച്ചു. കഴിഞ്ഞ തവണ ABVP നേടിയ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം ഇടത് സഖ്യം തിരിച്ചുപിടിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനം മലയാളിയായ K ഗോപികയ്ക്ക്. ഡൽഹി JNU ക്യാമ്പസിൽ നിന്ന് R അച്യുതന്റെ റിപ്പോർട്ട്. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ഇടത് സഖ്യം നേടിയിരിക്കുന്നത്. എൻ്റെ പിന്നിലായി ഇപ്പോൾ ഇതിൻ്റെ വിജയാഘോഷ പ്രകടനങ്ങളാണ് ഇപ്പോൾ സംഘടനകളുടെ പ്രതിനിധികൾ നടത്തുന്നത്. വലിയ വിജയമെന്ന് പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മലയാളി കൂടിയായിട്ടുള്ള ഗോപിക നേടിയത് മൃഗീയ ഭൂരിപക്ഷമായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. 8 വർഷത്തിന് ശേഷമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മലയാളി ഇത്തവണ എത്തുന്നത്. അതായത് വീണ്ടും JNUവിൻ്റെ ക്യാമ്പസ് ചെങ്കോട്ടയായി തീർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. ഇതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐസയുടെ അതിഥി മിശ്രയാണ് വിജയിച്ചത്. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മലയാളിയായിട്ടുള്ള ഗോപിക വിജയം കരസ്ഥമാക്കി. ജോയിന്റ് സെക്രട്ടറിയായി ഐസയുടെ ഡാൻ ശൈലിയായിരുന്നു മത്സരിച്ചത്. ജനറൽ സെക്രട്ടറിയായി DSFിൻ്റെ സുനിൽ യാദവാണ് മത്സരിച്ചത്. അങ്ങനെ ഒരു വലിയ വിജയമാണ് ഇടത് സഖ്യത്തിന് ഇത്തവണ നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചിരിക്കുന്ന മലയാളി കൂടിയായിട്ടുള്ള ഗോപിക 24നോടൊപ്പം ചേരുന്നു. ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? വളരെയധികം സന്തോഷം. ഭാവിയിൽ ഈ ഫണ്ട് കട്ട്സ്, NEP, പ്രൈവറ്റൈസേഷൻ, കോർപ്പറേറ്റൈസേഷന്റെ എതിരെ തന്നെ യൂണിയൻ ഒരു സ്ട്രോങ് യൂണിയനായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ നിൽക്കും. കഴിഞ്ഞ തവണ ABVP പിടിച്ചെടുത്ത ജോയിന്റ് സെക്രട്ടറി സ്ഥാനം ഇത്തവണ ഇടത് സഖ്യം തിരിച്ചു പിടിച്ചു എന്നതാണ് ഏറെ ശ്രദ്ധേയം.
വിജയമായിട്ടുള്ളത്. ഇത്തവണ ഒരുമിച്ച് ചേർന്നുകൊണ്ട്, അതായത് SFIയും ഐസയും DSFും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുതന്നെ അവർക്ക് വലിയ കരുത്ത് പകർന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരുന്നു ഈ കാലയളവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം വരെ നടത്തിയത്. എന്തായാലും വീണ്ടും JNU ക്യാമ്പസ് അത് ചെങ്കോട്ടയായി തീർന്നിരിക്കുന്നു. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം അത് ഇടത് സഖ്യം JNU ക്യാമ്പസിൽ ഒരു ചെങ്കോട്ട തീർത്തിരിക്കുന്നു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ KS ബൈജു അറസ്റ്റിലായി. തിരുവാഭരണ കമ്മീഷണറായിരുന്നു. കേസിൽ 7ാം പ്രതിയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ എക്സൈസ് രജിസ്റ്റർ ചെയ്തത് 33,306 NDPS കേസുകൾ. എറണാകുളം ജില്ലാ ലഹരി ഹബ്ബായി മാറുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2021 മെയ് 21 മുതൽ 2025 ഓഗസ്റ്റ് 31 വരെയുള്ള കണക്കുകളാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഇക്കഴിഞ്ഞ 8 മാസത്തിനിടെ എറണാകുളത്ത് നിന്ന് 1105 NDPS കേസുകളാണ് എക്സൈസ് രജിസ്റ്റർ ചെയ്തത്. 2024 1010 കേസുകളും 2023 928 കേസുകളും 2022 807 കേസുകളും 2021 304 കേസുകളുമായി ലഹരി വിൽപ്പനയിൽ എറണാകുളം മുന്നിട്ട് നിൽക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 919 NDPS കേസുകളാണ് കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്തത്. 2024-23 വർഷങ്ങളിലും യഥാക്രമം 888, 810 NDPS കേസുകളും ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തു. ഇടുക്കി ലഹരി കേസുകളിൽ 3ാം സ്ഥാനത്താണുള്ളത്. കാസർഗോഡാണ് ലഹരി കേസുകൾ ഏറ്റവും കുറവ്. സംസ്ഥാനത്ത് ഈ വർഷം ഓഗസ്റ്റ് 31 വരെ 8622 ലഹരി കേസുകളാണ് എക്സൈസ് വകുപ്പ് രജിസ്റ്റർ ചെയ്തത്. 2024 8160 കേസുകളും 2023 8104 കേസുകളും 2022 6116 കേസുകളും 2021 2304 കേസുകളും എക്സൈസ് രജിസ്റ്റർ ചെയ്തു. ഓരോ വർഷം കഴിയുംതോറും രജിസ്റ്റർ ചെയ്യുന്ന ലഹരി കേസുകളിൽ വൻ വർധനയാണ് ഉണ്ടാകുന്നത്. R. അരുൺരാജ്, 24 കൊല്ലം. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും ഒരു അറസ്റ്റ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു ആണ് ഇപ്പോൾ അറസ്റ്റിലായത്. കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. ഷെബീദ് റാവുത്തർ വിവരങ്ങളുമായി ടെലിഫോണിൽ. ഷെബീദ്, വിശദാംശങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറസ്റ്റ് കൂടി, ഒരു ഉദ്യോഗസ്ഥ അറസ്റ്റ് കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. KS ബൈജു, അതായത് മുൻ തിരുവാഭരണ കമ്മീഷണർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ തിരുവാഭരണ കമ്മീഷണറെ അല്പസമയം മുൻപ് SIT അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അദ്ദേഹത്തെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഈഞ്ചക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് SITയുടെ നീക്കം. ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ലോഹപാളികൾ സ്പോൺസർക്ക് 2019 ഇളക്കി കൊടുക്കുന്ന സമയം ഈ സ്ഥലത്തെത്തി മേൽനോട്ടം വഹിക്കാതിരിക്കുകയും തിരുവാഭരണം കമ്മീഷണർ ഓഫീസ് വിത്തനെയോ മറ്റാരെയും നിയോഗിക്കാതെ ഇരിക്കുകയും ചെയ്ത് ചുമതലയിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് KS ബൈജുവിനെതിരെയുള്ള പ്രധാനപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതേ കണ്ടെത്തൽ തന്നെ SITയും നടത്തിയിരുന്നു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചത് ഈ N. വാസുവിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ അപ്രതീക്ഷിതമായി കേസിലെ ദ്വാരപാലക ശില്പങ്ങൾ, അതിലെ പാളികൾ അടർത്തിയ കേസിലെ 7ാം പ്രതിയായിട്ടുള്ള KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് SIT വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. അതായത് ഈ ഉദ്യോഗസ്ഥതല ഗൂഢാലോചനയിൽ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ആ വിവരങ്ങൾ ഹൈക്കോടതിയിലടക്കം റിപ്പോർട്ടായി നൽകിയ ശേഷം അവർ നടത്തുന്ന ആദ്യ നീക്കം അത് KS ബൈജുവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതും സുപ്രധാനമായ ഒരു കാര്യമായി മാറുന്നുണ്ട്. ഏതായാലും SITയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഉദ്യോഗസ്ഥല കോൺസ്പിറസി എന്നുള്ള കാര്യത്തിലേക്ക് നിൽക്കുകയാണ് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഈ KS ബൈജു ഈ 2019 കാലത്ത് തിരുവാഭരണം കമ്മീഷണറായിരുന്നു. അദ്ദേഹത്തിനെതിരെ നേരത്തെ ഇക്കാര്യത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം, ഈ 2019 സ്വർണ്ണപ്പാളികൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇളക്കി കൊടുക്കുന്ന സമയം സ്ഥലത്തെത്തി മേൽനോട്ടം വഹിച്ചില്ല. അതൊരു ഗുരുതര വീഴ്ചയായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ SITയും സമാനമായി ഇതൊരു കോൺസ്പിറസി സ്വഭാവത്തിൽ പ്രവർത്തിച്ചതാണ് എന്നുള്ള കണ്ടെത്തൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ തിരുവാഭരണം കമ്മീഷണർ എന്ന നിലയിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ ദുരൂഹതയുണ്ട് എന്നുള്ള സംശയം SITക്ക് തോന്നിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് SIT കടക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ
ഈ സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന സമയത്ത് ദേവസ്വം സ്മിത്തിനെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ ചുമതലപ്പെടുത്തുന്നതിൽ KS ബൈജുവിന് ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള ഒരു കണ്ടെത്തൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ കൂടി ഒരു കാര്യം ഉണ്ടായിരുന്നത് എന്നുള്ളതും നമുക്കൊരു കാര്യമായി പറയാം. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. നമുക്കറിയാം മുരാരി ബാബു, അതിന് പിന്നാലെ സുധീഷ് കുമാർ, ഇവരുടെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ 4ാമത്തെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ പോലും ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രധാനികളെ അറസ്റ്റ് ചെയ്തുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ജയശ്രീ, അതായത് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടന്നെങ്കിലും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് അന്വേഷണ സംഘം അതിൽ നിന്ന് മാറിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ KS ബൈജുവിനെ, കേസിലെ 7ാം പ്രതിയായിട്ടുള്ള KS ബൈജുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം കോടതി തന്നെ നിരീക്ഷിച്ച, അതായത് ഹൈക്കോടതി നിരീക്ഷിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. പ്രത്യേകിച്ച് 2019-ലും 2025-ലും ദേവസ്വം ബോർഡ്, ദേവസ്വം ഉദ്യോഗസ്ഥർ ഇവർ നടത്തിയിട്ടുള്ള ഗൂഢാലോചന വിവരങ്ങൾ കണ്ടെത്തണമെന്നാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറസ്റ്റിലേക്ക് കടക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് KS ബൈജുവിനെയും കൊണ്ടുവരും. വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് 2019-ൽ തിരുവാഭരണം കമ്മീഷണർക്ക് ചുമതലയുണ്ടായിരുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറി, മാത്രവുമല്ല മനഃപൂർവ്വം ചില കാര്യങ്ങളിൽ വീഴ്ച വരുത്തി എന്നൊക്കെയുള്ള കണ്ടെത്തൽ SIT നടത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ്, ശരിക്കും ഈ KS ബൈജുവിനെ എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്? അങ്ങനെയുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചോ? ഓക്കെ, ഇപ്പോൾ തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജു 7ാം പ്രതിയാണ് കേസിൽ. അയാൾ അറസ്റ്റിലായി എന്നുള്ള വിവരമാണ് വരുന്നത്. വലിയ നേതൃത്വ നിരയിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് ഈ അറസ്റ്റിനെ കാണാം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം ഷഫീദ് റാവുത്തർ വീണ്ടും ചേരും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ ഒരു അറസ്റ്റ് നടത്തി. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു ആണ് അറസ്റ്റിലായത്. ഈ കേസിൽ, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ 7ാമത്തെ പ്രതിയാണ് KS ബൈജു. ഷഫീദ് റാവുത്തർ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. ഷഫീദ്, ശരിക്കും ഏത് രീതിയിലുള്ള കുറ്റമാണ് ഈ ബൈജുവിൻ്റെ പേരിൽ ആരോപിച്ചിട്ടുള്ളത്? കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണല്ലോ ഇയാളെ 7ാമത്തെ പ്രതിയാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ SIT കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് വളരെ ചുരുക്കം വിവരങ്ങൾ മാത്രമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം നടത്തിയ ഒരു ഇടപാടാണ് ഇതെന്നുള്ള കാര്യം ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല. പകരം ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കടക്കം, ചിലപ്പോൾ ചില ദേവസ്വം ഭാരവാഹികൾക്കടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയും അറിവുമുണ്ട് എന്നുള്ളതാണ് SIT കണ്ടെത്തൽ. ഇതാണ് കോടതി കഴിഞ്ഞ ദിവസം ഇതൊരു അന്താരാഷ്ട്ര കൊള്ളയാണ് എന്നുള്ള തരത്തിലേക്കുള്ള നിഗമനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ KS ബൈജുവിന്റെ അറസ്റ്റിലേക്ക്, മുൻ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിന്റെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള കാരണം, ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള ഇയാളുടെ സാന്നിധ്യം അവിടെ വേണമായിരുന്നു. എന്നാൽ അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ തെളിവടക്കം. അതായത് മഹസർ രേഖയും രജിസ്റ്റർ രേഖയും മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. ഇത് കേവലം ഏതെങ്കിലും തരത്തിൽ ബോധപൂർവമല്ലാത്ത വീഴ്ചയായി അന്വേഷണ സംഘം കാണുകയും ചെയ്യുന്നില്ല. കാരണം ഒരു വലിയ കോൺസ്പിറസിയുടെ ഭാഗമായി ഈ ഉദ്യോഗസ്ഥർ അവരുടെ വീഴ്ചയിൽ, അതായത് ശബരിമലയിലെ ഡേറ്റയെ വേണ്ട വിധത്തിൽ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ വീഴ്ചയായി SITയും കോടതിയും നിരീക്ഷിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ അറസ്റ്റിലേക്ക് SIT സംഘം കടന്നിട്ടുള്ളത്. ഇവർക്ക് പിന്നാലെ മറ്റു ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് കൂടി ഒരുപക്ഷെ ഇന്നോ നാളെയോ ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഈ ശില്പപാളികൾ ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലെത്തി പാളികളുടെ തൂക്കം മഹസറുമായി ഒത്തുനോക്കാതെ മറ്റൊരു തിരുവാഭരണം മുൻ കമ്മീഷണറായിട്ടുള്ള RG രാധാകൃഷ്ണൻ, തെറ്റായ മഹസർ തയ്യാറാക്കിയിട്ടുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ VS രാജേന്ദ്ര പ്രസാദ്, അങ്ങനെ പലതരത്തിൽ ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജേന്ദ്രൻ എന്നിവരൊക്കെ SITയുടെ പട്ടികയിലുള്ള പേരുകളാണ്. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് അന്വേഷണ സംഘം പോകുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും ഒക്കെ ആയിരുന്ന N വാസു, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ സംഘം മടങ്ങിയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൂടി ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ PA ആയിരുന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അടക്കമുള്ള ആളുകളോട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ N വാസുവിനെ ഒരു പക്ഷേ ഇന്നോ നാളെയോ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥതല ഗൂഢാലോചനയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പത്മകുമാർ
കുമാർ അടക്കമുള്ള ആളുകളിലേക്ക് ഉടൻ തന്നെ ഒരുപക്ഷെ നോട്ടീസ് അയച്ചോ അയക്കാതെയോ അവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലേക്കും ചോദ്യം ചെയ്യലിലേക്കും അറസ്റ്റിലേക്കും ഒക്കെ കടക്കും എന്ന സൂചനകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് 2019 അടക്കം നടത്തിയത് അത് സ്വർണ്ണക്കൊള്ള തന്നെയാണെന്ന് വീണ്ടും കോടതി അംഗീകരിക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെ 2025 ചില ട്രയൽ റണ്ണുകളൊക്കെ നടത്തിയിരുന്നു. 2019 സമാനമായി ട്രയൽ റൺ ഒക്കെ നടത്തി എന്നതരത്തിലുള്ള സൂചനകൾ വന്നിരുന്നു. നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടില്ല, പകരം പുതിയ ദേവസ്വം പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ അത് നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ കൂടി SIT അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 4ാമത്തെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി, രണ്ടാമത് മുരാരി ബാബു, പിന്നാലെ സുധീഷ് കുമാർ, അതിനുശേഷം ഇപ്പോൾ KS ബൈജു, മുൻ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിന്റെ അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഉദ്യോഗസ്ഥ കോൺസ്പിറസിയിൽ കൂടുതൽ അന്വേഷണം അത് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റ് അത് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. SKN. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും അറസ്റ്റ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു അറസ്റ്റിലായി. കേസിലെ 7ാം പ്രതിയാണ് KS ബൈജു. മനീഷ് മഹിവാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ബൈജുവിനെ എവിടെയാണ് ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയിരിക്കുന്നത്? SKN നിലവിൽ ഈ KS ബൈജുവിനെ നിലവിൽ ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ കേസിൽ 4 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ആദ്യം പിടിയിലായിരുന്നു, പിന്നീട് സുധീഷ് കുമാർ പിടിയിലായി. ഇപ്പോൾ 3ാമത്തെ ഉദ്യോഗസ്ഥൻ കൂടി പിടിയിലായിട്ടുണ്ട്. കേസിലെ ഈ 2ാമത്തെ കേസിലെ 7ാമത്തെ പ്രതിയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 ഈ കട്ടളപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് മഹർസറിൽ നിന്ന് ഒപ്പിടാതെ മാറി നിന്ന വ്യക്തിയാണ്, അന്നത്തെ തിരുവാഭരണ കമ്മീഷണറാണ്. SKN അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്നിധാനത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഇങ്ങനെ ഒരു വസ്തു കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ ഒപ്പിടേണ്ട അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യം അറിയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ. പക്ഷേ 2 തവണ 2019 2 തവണയാണ് കൈമാറ്റം നടന്നത്. ഒന്ന് കട്ടളപ്പാളി, ഒന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോവുക. ഈ 2 സമയത്തും റെക്കോർഡിക്കൽ സമയത്ത് ഈ KS ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല. അത് KS ബൈജുവിനെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണോ, ഇനി KS ബൈജു മനഃപൂർവ്വം മാറി നിന്നതാണോ എന്നടക്കുന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. നേരത്തെ അതായത് ദേവസ്വം മുൻ കമ്മീഷണറായിരുന്ന N വാസുവിനെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്തതിൽ നിന്നും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ബൈജുവിനെ അറസ്റ്റ് ചെയ്തെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട നാളെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിനും ഒപ്പം തന്നെ സുധീഷ് കുമാറിനും വേണ്ടിയിട്ട് കസ്റ്റഡി അപേക്ഷ നാളെ റാന്നി കോടതിയിൽ കൊടുക്കും. അങ്ങനെ റാന്നി കോടതിയിൽ കൊടുത്ത് ഇവർ കസ്റ്റഡി അപേക്ഷയിൽ കൊടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3 പേരെ ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്ത്, അതായത് ഉദ്യോഗസ്ഥ തലത്തിലെ 3 പേർ പിടിയിലാകുമ്പോൾ യഥാർത്ഥത്തിൽ ശബരിമല കൊള്ളയിലെ ചുരുൾ ഏകദേശം അഴിഞ്ഞു തുടങ്ങി. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ച് എന്താണ് നടന്നത്, ഈ 2019 മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കെ അത് ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് അത് N വാസുവിന്റെ അറിവോട് കൂടി ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഈ രീതിയിൽ കത്ത് നൽകി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന കത്ത് നൽകിയത്. അന്ന് ഈ പറയുന്ന ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള KS ബൈജുവിൻ്റെ റോൾ എന്താണ്, അന്ന് തന്നെ അതേ വർഷം 2019 തന്നെ ഈ ബൈജു വിരമിക്കാനിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ 1998 മുതൽ ഈ 2019 വരെയുള്ള സമയത്ത് പല കാലയളവിൽ ബൈജു കൂടി ഈ ഇതിൻ്റെ തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. ഇതിനു മുൻപും ഈ കൈമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഇയാളുടെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2019 എന്തുകൊണ്ടാണ് KS ബൈജു ഇത്തരത്തിൽ വിലപിടിപ്പുള്ള ഒരു സ്വർണ്ണപ്പാളി 2 തവണ അത് മറ്റൊരാൾക്ക് ശബരിമലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറപ്പെടുമ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഈ തിരുവാഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഒരു ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുമതലപ്പെട്ട ആളാണ് ഈ തിരുവാഭരണ കമ്മീഷണർ. അങ്ങനെ ഇരിക്കെ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു എന്തുകൊണ്ട് ഒപ്പിട്ടില്ല, എന്തുകൊണ്ട് മാറി നിന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് കൂടിയാണെന്നുള്ള പ്രത്യേകതയാണ് ഈ KS ബൈജുവിൻ്റെ അറസ്റ്റ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ മുൻ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള N വാസുവിൻ്റെ അറസ്റ്റിലേക്ക് അടക്കം, അതായത് ദേവസ്വം കമ്മീഷണറായിട്ടുള്ള N വാസുവിനെ നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിച്ചാൽ അത് അറസ്റ്റിലേക്ക് തന്നെ മാറുമോ, ഒപ്പം തന്നെ 2019 ദേവസ്വം കമ്മീഷണറായ N പത്മകുമാറിലേക്ക് അടക്കം ചോദ്യം ചെയ്യലിലേക്ക് മാറുമോ, അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം സർക്കാരിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാകുമോ എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതാ അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടം, കാരണം കഴിഞ്ഞ ദിവസം 2ാം ഘട്ട ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. അങ്ങനെ
ഹൈക്കോടതിയിൽ കൊടുത്ത സമയത്ത് ദേവസ്വം ബെഞ്ചിന്റെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കടക്കം അമിത സ്വാതന്ത്ര്യം കൊടുത്തു. ഈ ബന്ധത്തിന്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് രാജ്യാന്തര ബന്ധം തന്നെ ഉണ്ടോ എന്നതടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള പല രാജ്യാന്തര ഇടപാടുകൾ, വിഗ്രഹ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ശബരിമല മോഷണത്തിന് ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത് കോടതിയാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ SITയുടെ അന്വേഷണം വ്യാപിച്ചു. ഇന്നലെ ഈ SITയുടെ തലവൻ, ഒപ്പം തന്നെ ഈ ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായിട്ടുള്ള H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു ഉന്നതതല യോഗം ചേർത്തിരുന്നു. ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള ആളുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2019 ഈ പ്രധാനപ്പെട്ട ഇതിന്റെ എല്ലാം ആധാരമായ ഈ കൈമാറ്റം നടന്ന വർഷത്തെ തിരുവാഭരണ കമ്മീഷൻ ആ കത്തിൽ നിന്നും മാറി നിന്ന വ്യക്തിയായിട്ടുള്ള ബൈജുവിനെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാളെ നാളെ ഈ മുരാരി ബാബുവിനെ, നിലവിൽ മുരാരി ബാബുവും സുധീഷ് കുമാറും ജയിലിലാണുള്ളത്. ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികൾക്ക് വേണ്ടി നാളെ പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുക്കും, ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരും. അങ്ങനെ 3 പേരെയും ഒരുമിച്ചിരുത്തി, അതായത് 2019 ഈ പറയുന്ന മോഷണം നടക്കുന്ന സമയത്തെ 3 ഉദ്യോഗസ്ഥരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ യഥാർത്ഥത്തിലുള്ള ആസൂത്രകൻ ആരാണ്, യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ 3 പേർക്ക് പിന്നിലും പ്രവർത്തിച്ച ആ ഉന്നതൻ ആരാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാകും. അതുകൊണ്ട് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റ്, ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിനേക്കാൾ ഏറ്റവും നിർണായകമായ അറസ്റ്റ് ബൈജുവിന്റെ അറസ്റ്റാണ്. 2019 എന്തുകൊണ്ട് മാറി നിന്നു, എന്തുകൊണ്ട് 2019 മഹർസറിൽ ഈ പറയുന്ന ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ ഒപ്പിട്ടില്ല എന്നതാണ് ഏറ്റവും നിർണായകമായ, ഏറ്റവും സുപ്രധാനമായ ചോദ്യം. SKN. ഓക്കെ, മനീഷ് മൊഹിബാൽ, യഥാർത്ഥത്തിൽ SITയുടെ അനന്തര നടപടികൾ എന്താകും എന്നതിനെക്കുറിച്ച് വല്ല സൂചനയുണ്ടോ? കാര്യം ഈ ബൈജു അറസ്റ്റിലായ സ്ഥിതിക്ക് മറ്റുള്ള പ്രതികൾക്ക് കൂടി അറസ്റ്റിൻ്റെ റഡാറിലുണ്ടോ? SKN നാളെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ 2019 ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഈ കേസിലെ പ്രതിയാണ്. 2 FIR ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. 1 സ്വർണ്ണപ്പാളി മോഷണം പോയ FIR, 2 ഈ വാതിൽപ്പടി കട്ടളപ്പാടി കൊണ്ടുപോയ കേസ്. അങ്ങനെ 2 കേസിലും പ്രതിയാണ് ഈ ജയശ്രീ. അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്നു, ദേവസ്വം സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ദേവസ്വം സെക്രട്ടറിയായ ജയശ്രീ നാളെ ഈ അറസ്റ്റ് പേടിച്ചുകൊണ്ട്, അറസ്റ്റ് ഭയന്നുകൊണ്ട് നാളെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. അത് നാളെ 11 മണിക്ക് പത്തനംതിട്ട കോടതി അത് പരിഗണിക്കും. ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ജയശ്രീയെ കൂടി ഇന്നോ നാളെയോ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ടയിൽ അത് കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ജയശ്രീയെ കസ്റ്റഡി എടുക്കാനോ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ ഏറുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി, സുധീഷ് കുമാർ, മുരാരി ബാബു, ഇപ്പോൾ അറസ്റ്റ് ചെയ്ത KS ബൈജു അടക്കം ഉള്ള ആളുകളുണ്ട്. പക്ഷേ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 10-12 പേര് കൂടി പിടിയിലാകാനുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത പ്രതികളാണ് ഇവരെല്ലാവരും. ഒപ്പം തന്നെ ഈ കേസിലെ ഏറ്റവും അവസാനത്തെ പ്രതികളെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് എന്ന പേരില്ല, പക്ഷേ ദേവസ്വം ബോർഡ് ഭരണസമിതി എന്ന് പറയുമ്പോൾ 2019 ഭരണസമിതിയിൽ അന്നത്തെ പ്രസിഡന്റ് പത്മകുമാറാണ്. ഇനി 2025 വന്ന് 25 ഭരണസമിതി നിലവിൽ പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ ഇന്നലത്തെ ഹൈക്കോടതിയുടെ പരാമർശത്തിൽ 2025 ഭരണസമിതിക്കും ഗുരുതരമായ പിഴവുണ്ടായിട്ടുണ്ട്. കാരണം അവർ നടത്തിയ ഒരു ട്രയൽ റണ്ണായിരുന്നു. 2025 മുൻകാല വർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും മോഷണം നടത്തിയാൽ അത് പിടിക്കപ്പെടുമോ? അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദമില്ലാതെ 2025 ഇതുപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളി കൊടുത്തു വിട്ടാൽ പ്രശ്നമാകൂ എന്നൊരു ട്രയൽ റൺ 2025 ഇപ്പോഴത്തെ ഭരണസമിതി പ്രശാന്ത് നടത്തി. അതാണ് സ്പെഷ്യൽ കമ്മീഷണർ അനുമതി ഇല്ലെന്നുള്ള ഹൈക്കോടതി കണ്ടെത്തിയതും. അതിൽ നിന്നാണ് 2019 ഈ രീതിയിൽ മോഷണം നടന്നതിനടക്കം ചുരുൾ അഴിയുന്ന നിലയിലേക്ക് എത്തിയത്. നിലവിൽ PS പ്രശാന്തിനെ ഇനി തുടരേണ്ട എന്ന തീരുമാനം CPIM ആണ്. നാളെ CPIMന്റെ നിർണായകമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ PS പ്രശാന്തിനെ ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കേണ്ടതില്ല, തുടരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പുതിയ ദേവസ്വം പ്രസിഡന്റ് ആരാണെന്ന് അടക്കമുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ ഈ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നീക്കം ചെയ്യാനും നിലവിൽ വിരമിച്ച ഉദ്യോഗസ്ഥരടക്കമുള്ള നടപടി എടുക്കാനും ദേവസ്വം ബോർഡ് കൂടി ഒരു അടിയന്തര യോഗം അടുത്ത ദിവസം ചേരും. പക്ഷേ ഈ പുതിയ ദേവസ്വം പ്രസിഡന്റ് ആരാകും എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോഴിതാ ദേവസ്വം ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന പഴയ തിരുവാഭരണ കമ്മീഷണർ പിടിയിലാകുമ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റ് SKN സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകും. അത് ജയശ്രീയുടെ അറസ്റ്റ് ആകും. നാളെ 11 മണിക്ക് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് ജയശ്രീ SITയുടെ പിടിയിലാകുമോ എന്നതാണ് ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.